അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. തിരുനാമത്തിന് മഹത്വം. ഇന്ന് യേശുക്രിസ്തു ആര് എന്നുള്ള ആ ദൈവശാസ്ത്ര തിരുവചന സന്ദേശത്തിൻ്റെ ഭാഗമായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അതാണ് ഇന്ന് ധ്യാനിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നമ്മളിപ്പോൾ അവിടം വരെയുള്ള അതിനു മുൻപ് വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകൾ വരെയും ചിന്തിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഇനിയുള്ളത് യേശുക്രിസ്തുവിൻ്റെ ജീവിതം, അതിൻ്റെ അവസാനം അവിടം വരെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷീകരണം, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അറിയിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു. ഉപദേശങ്ങളെക്കുറിച്ച് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ, ഈ വീഡിയോയിൽ പറയുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം എടുക്കാം. 26-ാം അധ്യായം. അതിനു മുൻപായിട്ട് നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഇത് പറഞ്ഞിരുന്നു, ഇതിൻ്റെ പ്രവചനം, അതായത് പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള മുഴുവൻ പ്രവചനങ്ങൾ ഉണ്ട്. 600-ലധികം പ്രവചനങ്ങൾ, 580-600-ഇടയ്ക്ക് പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളിൽ 90% നിവൃത്തീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി 10% നിവൃത്തീകരിക്കാനുള്ളത്. അതിൽ ക്രൂശീകരണത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ സുവിശേഷം എന്നറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായവും 53-ാം അധ്യായവും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തെക്കുറിച്ച് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പഴയ നിയമ സുവിശേഷം എന്നാണ്. അതായത് അതിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ 52-ഉം 53-ഉം അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് BC 750-800 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നയാളാണ് യെശയ്യാ പ്രവാചകൻ. അപ്പോൾ അന്ന് ആ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ വായിക്കണം. ഇതിനോടുള്ള ബന്ധത്തിൽ അതെടുത്ത് വായിക്കണം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ വിഷയം. അന്ന് ഞാൻ വായിച്ചത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ഒരു അടിസ്ഥാനം കിട്ടുന്നതിന് വേണ്ടി വിശദീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, അത് നിങ്ങൾ വീണ്ടും ഒന്ന് വായിക്കാത്തവരും വായിക്കാത്തവർ വായിക്കുകയും വായിച്ചവർ വീണ്ടും ഒരിക്കൽ കൂടി ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആ ഭാഗങ്ങൾ കൂടി, അതായത് യെശയ്യാ പ്രവചനം 52-ാം അധ്യായവും 53-ാം അധ്യായവും വായിച്ച് ധ്യാനിച്ച് പഠിക്കണം. പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ച് പഠിക്കണം എന്ന് കർത്താവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് 26-ാം മത്തായിയുടെ സുവിശേഷം അതിൻ്റെ പ്രവചന നിവൃത്തിയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പ്രവചന നിവൃത്തിയാണ് ഇവിടെ ഈ മത്തായിയുടെ സുവിശേഷം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിലും, അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം, ഈ എല്ലാത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഈ 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പറയുന്നതെല്ലാം പഴയ നിയമത്തിൽ, അതായത് BC യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് 1500 വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ 2500 വർഷങ്ങൾക്ക് മുൻപൊക്കെ പ്രതിപാദിച്ച വിഷയം. അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് 400 വർഷങ്ങൾക്ക് മുൻപ് മുതൽ BC 400 വർഷങ്ങൾക്ക് മുമ്പ് 2500 വർഷങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ പ്രവചന പുസ്തകങ്ങളിലൂടെ പ്രവചിച്ച കാര്യങ്ങൾ, ദൈവം തന്നെ പറഞ്ഞ കാര്യങ്ങൾ, ദൂതന്മാർ അറിയിച്ച കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള നിവൃത്തീകരണം, അതായത് ക്രൂശീകരണം. ഇപ്പം നമ്മൾ പഠിക്കുന്ന ക്രൂശീകരണമാണ്. ആ ക്രൂശീകരണത്തിൽ നിവൃത്തീകരണമാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ കാണുന്നത്. അതായത് മത്തായിയുടെ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം, ഈ 4 സുവിശേഷങ്ങളിലും അവസാന ഭാഗങ്ങളിൽ, അതായത് അവസാനത്തെ 2-3 അധ്യായങ്ങളിൽ, അതായത് അവസാന അധ്യായങ്ങളിൽ, അവസാനിക്കുന്ന അധ്യായം 2-3 അധ്യായങ്ങളിൽ കാര്യങ്ങളെല്ലാം ക്രൂശീകരണവും ക്രൂശീകരണ സമയവും ആ കാര്യങ്ങളും, അതുപോലെ തന്നെ ശവസംസ്കാരം, മരണം, സംസ്കാരം, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ്, പിന്നെ സ്വർഗ്ഗാരോഹണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. പിന്നെ ദൗത്യം ഏൽപ്പിക്കുക, പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ 40 ദിവസം ഭൂമിയിലായിരുന്നു. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം
ഈ 4 സുവിശേഷങ്ങളുടെയും അന്ത്യഭാഗങ്ങളിലുള്ള 4 അധ്യായങ്ങളിലായിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുത്ത് വായിക്കുക. ഇപ്പോൾ ഞാനൊരു പ്രാരംഭം നിങ്ങൾക്ക് അതിനൊരു സഹായവും ഒരു പ്രോത്സാഹനവുമാകുവാൻ വേണ്ടി മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്, മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ വായിക്കുവാനും ധ്യാനിക്കുവാനും നിങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ സഹായിക്കുന്നതിന് വേണ്ടി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 26-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം, അവിടെ അതിലെ 24-ാമത്തെ തിരുവചനം, തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനായി ഹാ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ പീഡാനുഭവത്തിന് തൊട്ട് മുൻപ് പെസഹ, അതായത് 4-ാമത്തെ പെസഹ ആചരണം, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയം മുതൽ ഉള്ള സമയത്ത് 4-ാമത്തെ പെസഹ ആചരണമാണ് ഇവിടെ നടക്കുന്നത്. അതായത് അന്ത്യത്താഴം, ഇതിന് പറയുന്ന അന്ത്യത്താഴം എന്നാണ് പറയുന്നത്, അന്ത്യത്താഴം. അപ്പോൾ അതിവിടെ ഈ 17 മുതലുള്ള വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ത്യത്താഴത്തെക്കുറിച്ച് 26-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും തന്നെ ഒറ്റിക്കൊടുക്കുന്ന ആളെക്കുറിച്ചുള്ള ഒരു പ്രവചനം കൂടി നടത്തുകയാണ് അവിടെ. അപ്പോൾ അത് ഒറ്റിക്കൊടുക്കുന്നത് 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് കറിയോത്തയാണ്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ അവന് കൊടുക്കായിരുന്നു. എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്നവൻ പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പുതിയ നിയമം, പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമം, അതായത് പഴയ നിയമം, ദൈവം കൊടുത്ത പഴയ നിയമം, അതായത് ന്യായപ്രമാണ യുഗം, ഈ ന്യായപ്രമാണ കാലം കഴിഞ്ഞു. പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിന് നിയമം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഉറപ്പിക്കുവാനായിട്ട് രക്തം തളിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ നീതി, ദൈവിക പ്രമാണം, ദൈവത്തിൻ്റെ ആ ഒരു കൽപ്പന അതാണ്. അപ്പോൾ അതുകൊണ്ട് രക്തത്താലാണ് എല്ലാം ഉറപ്പിക്കുന്നത്. ആ രക്തം ചിന്തിയിട്ട് യാഗം കഴിച്ച് രക്തത്തിൽ, അപ്പോൾ ആ രക്തം പുതിയ നിയമത്തിൻ്റെ രക്തമായ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുയേശുവിൻ്റെ രക്തം തളിച്ചുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ ആ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ വായിച്ച വാക്യങ്ങളിൽ നമ്മൾ ഗ്രഹിക്കേണ്ടത് അതാണ്. ആ പുതിയ നിയമം ഉടമ്പടി ചെയ്യുകയാണ്. പുതിയ നിയമം വരുന്നു, കൃപായുഗം തുടങ്ങുന്നു. കൃപായുഗം, ന്യായപ്രമാണ യുഗം അവസാനിച്ച് കൃപായുഗം തുടങ്ങുന്നു. ആ കൃപായുഗത്തിലെ നിയമത്തിൻ്റെ ആ ഉടമ്പടിയാണ്. ഉടമ്പടി ഉറപ്പ് വയ്ക്കുന്നത് തൻ്റെ സ്വന്തം രക്തത്താലാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വന്തം രക്തം തന്നെ, മൃഗത്തിൻ്റെ രക്തത്താലല്ല. പഴയ നിയമത്തിൽ മൃഗത്തിൻ്റെ രക്തത്താലാണ്, അല്ലെങ്കിൽ പക്ഷികളുടെയോ അങ്ങനെയുള്ള അവരുടെ രക്തത്താലാണ്. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിൽ അതിൻ്റെ പൊരുളായ യേശുക്രിസ്തുവാകുന്ന തൻ്റെ സ്വന്തം രക്തത്താലാണ് ഉടമ്പടി ആയിരിക്കുന്നത്. തൻ്റെ ശരീരവും രക്തവും അത് നമ്മൾക്കായിട്ട്, അതായത് മനുഷ്യവർഗത്തിനായിട്ട് തൻ്റെ ശരീരവും രക്തവും തരികയാണ്. അതായത് ജീവനും ആത്മാവും, ശരീരവും രക്തം എന്ന് പറഞ്ഞാൽ ജീവനും ആത്മാവുമാണ്. അതായത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമാണ്. അത് നമ്മളെ ശരീരവും രക്തം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമാണ്. ആ പറയുന്നത്, അതായത് ശരീരവും ജീവനും രക്തവും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തിരുവചനം പഠിക്കുമ്പോൾ അതിനകത്തുണ്ട് കാര്യം. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ചിന്തിച്ച കാര്യങ്ങളിലൊക്കെ ഉണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വചനം ദൈവമാവുന്ന വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ള. പിന്നെ ജീവനെന്നുള്ളത് ആത്മാവ്. അപ്പോൾ ജീവനും രക്തമെന്നുള്ളത് ജീവനെന്നുള്ളത് ആത്മാവ്. അപ്പം ആ വചനവും ആത്മാവും, അതാണ് വചനത്താലും ആത്മാവിനാലും നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് കർത്താവ് യേശുക്രിസ്തു പറയാനുള്ള കാരണം അതാണ്. വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിക്കുക, അതാണ്.
അപ്പോൾ അതിൻ്റെ ഉടമ്പടിയാണ് ഇവിടെ ചെയ്യുന്നത്. പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 26-29 വരെയും വായിച്ചു. 36-ാമത്തെ തിരുവചനം. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട്, ഞാൻ അവിടം വരെയും പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെ അല്ല, അങ്ങ് ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പ്രാർത്ഥന, ഗെത്സമനായിലെ പ്രാർത്ഥന, അതായത് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി പോയി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, തൻ്റെ പരസ്യശുശ്രൂഷ കാലത്ത് പോയി 3.5 വർഷവും പോയി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഗെത്സമന എന്ന സ്ഥലം. അപ്പോൾ പതിവ് പോലെ അവിടെ പോയി ഈ അന്ത്യത്താഴ സമയത്ത്, അതായത് യേശുക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി യേശുക്രിസ്തു ശിഷ്യന്മാരും കൂടി അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് യേശു 9 പേരെ ഒരു സ്വല്പം മാറ്റി അവിടെ നിർത്തി അവരെ അവിടെ ആക്കിയിട്ട് പത്രോസിനെയും യോഹന്നാനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യേശുക്രിസ്തു കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവരെയും അവിടെ ഇരുത്തി അവരിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയി കമഴ്ന്നു വീണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത്രമാത്രം മരണവേദന, കാര്യം ഇവിടെ കർത്താവ് പറയുന്നത്, എൻ്റെ സഹോദരന്മാരെ അതിദുഃഖത്താൽ, അതായത് വ്യാകുലപ്പെട്ടു ചെന്ന് ദുഃഖിച്ചും, അതായത് 37-ാം വാക്യം, പത്രോസിനെയും ശബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. എന്താ അപ്പോൾ ഇങ്ങനെ ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും മരണവേദനയുടെ അവസ്ഥയിലാകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യവർഗത്തിൻ്റെ, അതായത് ആദാം മുതൽ ഇനി അവസാനം ഈ ഭൂമിയിൽ അവസാനം ജനിക്കുവാനുള്ള കുഞ്ഞിൻ്റെ ആ ആത്മാവിന് വരെ, അവൻ്റെ വരെയും പാപങ്ങൾ മുഴുവനും, അല്ലെങ്കിൽ അവരുടെ ആ മനുഷ്യൻ്റെ അവരുടെ വരെയുമുള്ള മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളും പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ മേൽ ചുമത്തി തൻ്റെ കരം അവൻ്റെ മേൽ വെച്ച് ആ പാപഭാരം, പാപങ്ങളും, ആ പാപം മുഴുവനും, ആ പാപവും പാപത്തിൻ്റെ കുറ്റവും ശിക്ഷയും യേശുക്രിസ്തുവിൻ്റെ മേൽ വെച്ച് പിതാവായ ദൈവം തന്നെ അവൻ്റെ കരങ്ങൾ, ആ ദൈവത്തിൻ്റെ കരങ്ങൾ വെച്ച് ആ പാപം മുഴുവനും ക്രിസ്തുയേശുവിൻ്റെ മേൽ ചുമത്തിയ ആ സമയമാണ്. അപ്പോൾ ഇതിലേക്കാണ് ക്രിസ്തുയേശു വന്നത് തന്നെ. ഈ പാപപരിഹാര യാഗം നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് യേശുക്രിസ്തു വന്നത്. എങ്കിലും ആ പ്രാർത്ഥിക്കുന്ന കാര്യം ഇതും നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വമാണ്. കാര്യം ജഡവുമുണ്ടല്ലോ, മനുഷ്യൻ്റെ അവസ്ഥ 3ആണല്ലോ, ജഡം പ്രാണൻ ആത്മാവ്. അപ്പോൾ ആ ജഡത്തിൽ അത്രമാത്രം വേദന സഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ രക്തം വിയർത്തു എന്ന്, രക്തം അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വിയർപ്പ് തുള്ളിയായി നിലത്ത് വീണെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ വേദനയുടെ ആധിക്യം മനുഷ്യ മനസ്സിന്, ബുദ്ധിക്ക് ചിന്തിക്കുന്നതിനപ്പുറമായ വേദനയാണ് യേശുക്രിസ്തു ആ സമയത്ത് അനുഭവിച്ചത്, ആ സമയത്തൊക്കെ അനുഭവിച്ചത്. കാര്യം അതിൻ്റെ ഇതാണ്, നമ്മൾക്ക് ദൈവത്തിന് പാപത്തോടുള്ള ആ മനോഭാവം അത്രമാത്രം, തൻ്റെ പ്രിയപുത്രനായിരുന്നിട്ട് പോലും ദൈവം മുഖം തിരിച്ചു കളഞ്ഞു. ആ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, തൻ്റെ നീതിയിൽ നിന്ന് അണുവിട മാറുവാൻ ദൈവം തയ്യാറായില്ല, പുത്രനെ ഉപേക്ഷിച്ച് കളഞ്ഞു. നമ്മൾ യശയാപ്രവചനം വായിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാതെ, അപ്പം പുത്രനെ ഉപേക്ഷിക്കണം, തള്ളിക്കളഞ്ഞു നമുക്ക് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും നാം ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ ചുമത്തിയെന്നാണ് പറയുന്നത്. അതായത് നാം ചെയ്ത പാപത്തിൻ്റെ ശിക്ഷകൾ അവൻ്റെ മേൽ ചുമത്തി, മനുഷ്യവർഗം ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ, ക്രിസ്തുവിൻ്റെ മേൽ ദൈവം ചുമത്തുന്ന സമയമാണിത്. അതാണ് അത്രമാത്രം മരണവേദനയേക്കാൾ അധികം. കാര്യം ഇവിടെ അങ്ങനെ ഒരു വാക്ക് ചേർക്കാനേ മലയാളം പരിഭാഷകർക്ക് വരുന്നു. പക്ഷേ അത് മരണവേദനയൊന്നുമല്ല, അതിനേക്കാൾ അപ്പുറമായ മനുഷ്യൻ്റെ മനസ്സിന് ചിന്തിക്കുവാൻ കഴിയാത്തത്ര വേദന, അത്രമാത്രം ആ വേദനയാണ് ആ സമയം മുതൽ യേശുക്രിസ്തു അനുഭവിച്ചത്. തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും അനുഭവിച്ചു. അതെന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത്
നാം ക്രൂശിക്കപ്പെടേണ്ട സ്ഥാനത്ത്, നാം മരിക്കപ്പെടേണ്ട, നാം മരണമെന്നുള്ള ആ നിത്യ ശിക്ഷാവിധി നാം ഏറ്റെടുക്കേണ്ട സ്ഥാനത്ത് അതെല്ലാം ഏറ്റെടുത്ത്, ആ ശിക്ഷയെല്ലാം ഏറ്റെടുത്ത സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. പിന്നീടുള്ള സമയം എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഒരു തുടർ ഭാഗങ്ങൾ മാത്രമാണ്. അതിൻ്റെ ആ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇത്രയും വേദനയല്ല, അതിൻ്റെയൊക്കെ തുടർ ഭാഗങ്ങളാണ്. ഈ ശിക്ഷയുടെ തുടർ ഭാഗങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ പൂർണ്ണമായ ശിക്ഷ അനുഭവിച്ചത് ഈ ഗെത്സമന തോട്ടത്തിൽ വെച്ചാണ്. അത്രമാത്രം വേദനയായിരുന്നു അവിടെ. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ച്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കാരണം. അത്രമാത്രം അസഹനീയമായിരുന്നു ശരീരത്തിൻ്റെയും പ്രാണൻ്റെയും ആത്മാവിലുമുള്ള യേശുക്രിസ്തു അനുഭവിച്ച വേദന. അപ്പം അത് കഴിഞ്ഞ് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ എഴുന്നേറ്റ്, അപ്പോൾ ആ ഭാഗം നിങ്ങൾ വായിക്കണം. 27-ാം അധ്യായം, അതായത് നമ്മൾ 27 മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 27-ാം അധ്യായവും നിങ്ങൾ ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. 28-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ആ 26-ഉം 27-ഉം ഈ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പല ആവർത്തി വായിക്കണം. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷവും ലൂക്കോസിൻ്റെ സുവിശേഷവും യോഹന്നാൻ്റെ സുവിശേഷവും നിങ്ങൾ വായിക്കണം. ആ ക്രൂശീകരണ ഭാഗങ്ങൾ വായിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. കാര്യം യേശുക്രിസ്തുവിനെ അറിയുക, അതാകുന്നു നിത്യജീവൻ. നമ്മുടെ ദൈവത്തിൻ്റെ ഉദ്ദേശം നിത്യജീവൻ, നിങ്ങൾക്ക് നിത്യജീവൻ നൽകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ഈ ദൈവിക സന്ദേശം, ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ്റെ ഉദ്ദേശം, ദൈവിക ഉദ്ദേശം നിങ്ങൾക്ക് നിത്യജീവൻ, സകലർക്കും നിത്യജീവൻ നൽകുക. യേശുക്രിസ്തു വന്നത് അതിനു വേണ്ടിയാണ്, ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനും വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. അപ്പോൾ അത് നൽകുവാൻ വേണ്ടിയാണ്, നിത്യജീവൻ നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് ഈ സ്വർഗത്തിലെ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ, ദൈവിക സ്വർഗീയ സന്ദേശത്തിൻ്റെ ദൈവിക ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുക, അത് തന്നെ ആകുന്നു നിത്യജീവൻ. കാര്യം കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ ആർക്കും കഴിയുകയില്ല. ഒന്നുകൂടി ഞാൻ തിരുവചനം പറയുന്നു, ഞാൻ തന്നെയാകുന്നു പുനരുദ്ധാനവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ കഴിയില്ല. ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ തന്നെയാവുന്നു പ്രകാശം. അപ്പോൾ ഇങ്ങനെയൊക്കെ ദൈവം കർത്താവ് യേശുക്രിസ്തു തിരുവചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം യേശുക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, നമ്മളെ സൃഷ്ടിച്ചവനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകുവാനായിട്ട് കഴിയത്തില്ല. കാര്യം അതിനുള്ള വഴി ഒരുക്കിയവനും വില കൊടുത്തവനും യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കണം. ഞാൻ ഈ പറഞ്ഞ വേദഭാഗങ്ങളൊക്കെ വായിക്കണം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നത് നമ്മൾ മത്തായിയുടെ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം തന്നെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ മത്തായി എഴുതിയ സുവിശേഷം തന്നെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് 26-ാം അധ്യായം, ഇപ്പോൾ 26-ാം അധ്യായത്തിലെ ചില തിരുവചനങ്ങൾ നമ്മളിപ്പോൾ ധ്യാനിച്ചു. 27-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ ഒന്നും രണ്ടും വാക്യങ്ങളാണ്. അപ്പോൾ പുലർച്ചെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ച് അവനെ ബന്ധിച്ച് കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. പുലർച്ചെ വെച്ചാൽ സൂര്യോദയത്തിന് മുൻപ് തന്നെ, അതായത് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഏകദേശം 11 മണിക്കും 12 മണിക്കും ഇടയ്ക്കാണ്. രാത്രി 11 മണിക്ക്, അതായത് വ്യാഴാഴ്ച രാത്രി 11 മണിക്കോ 12 മണിക്കോ ഇടയ്ക്ക്, അല്ലെങ്കിൽ 10 മണിക്കും 12 മണിക്കും ഇടയ്ക്കാണ് യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതിന് ശേഷം മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ അരമനയിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന ഒരു വിചാരണയും വിസ്താരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ 26-ാം അധ്യായത്തിലുണ്ട്. ആദ്യത്തെ വിസ്താരണയും കാര്യങ്ങളും. അത് കഴിഞ്ഞ് രണ്ടാമത്തേത് പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ഇതിനിടയ്ക്ക് മറ്റൊരു കയ്യാഫാവിൻ്റെ അടുക്കൽ കഴിഞ്ഞ് കാര്യം ഡ്യൂപ്ലിക്കേറ്റ് മഹാപുരോഹിതനായ ഒരുത്തിൻ്റെ അടുക്കലും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടെയും വിചാരണ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് പുലർച്ചെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അപ്പോൾ പീലാത്തോസ് അവിടെ വിചാരണ നടത്തുന്നു. ഇവർ കള്ളസാക്ഷ്യമാണ്. അതായത് യേശുക്രിസ്തുവിനെ എതിരെ പറയുന്നത് മുഴുവനും കള്ളസാക്ഷ്യങ്ങളാണ്, ഒന്നും ഒത്തുവരുന്നില്ല. അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല, ഇവനെ ഞാൻ വിട്ടയക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ജനം സമ്മതിക്കുന്നില്ല. അങ്ങനെ യേശുക്രിസ്തുവിനെ അവർ വിട്ടുന്നു. അപ്പം അത് കഴിഞ്ഞ് പീലാത്തോസ് ഹെരോദാവിൻ്റെ അടുക്കലേക്ക്, ഈ ഹെരോദാവ്, അതായത് ഗലീലക്കാരനായിരുന്ന, ഗലീല നാട് ഭരിച്ചിരുന്ന ഹെരോദാവ് വന്ന് യഹൂദയിൽ വന്ന് പാർക്കുന്നുണ്ടായിരുന്നു. അപ്പം ഹെരോദാവിൻ്റെ അടുക്കലേക്ക് അയച്ചു. ഹെരോദാവും വിസ്തരിച്ച് ഒരു കുറ്റവും കണ്ടില്ല, തിരിച്ചയച്ചു.
അങ്ങനെ 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി യേശുക്രിസ്തുവിനെ വിസ്തരിക്കപ്പെട്ടു. അപ്പോഴൊക്കെ വിസ്തരിക്കപ്പെടുക എന്ന് വെച്ചാൽ അതൊക്കെ വളരെ ശാരീരിക, മാനസിക, ആത്മീയ പീഡനം നൽകുന്ന രീതിയിലുള്ള വിസ്താരങ്ങളാണ് അവിടെയൊക്കെ നടക്കുന്നത്. ഈ വിസ്തരിക്കുന്ന ന്യായാധിപന്മാരല്ല, പക്ഷേ ന്യായാധിപന്മാർ അവരുടെ ആ സാന്നിധ്യത്തിൽ മറ്റുള്ളവരാണ് പീഡിപ്പിക്കുന്നത്. എന്നാൽ ന്യായാധിപന്മാർ പിലാത്തോസും അതുപോലെ തന്നെ ഹെരോദാവ് പരിഹസിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആത്മീയമായിട്ട്, മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നില്ല. എന്നാൽ പിലാത്തോസ് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പീഡിപ്പിക്കുന്നില്ല. പക്ഷേ ഓർഡർ ശരിയാണ്, ഒരു അടിക്കാനായിട്ട്, അതായത് 40 അടി കൊടുക്കുവാനായിട്ടുള്ള ഇതും പിന്നെ ക്രൂശിക്കാനായിട്ട് കൽപ്പിച്ചേക്കുന്നതാണ്. അത് നിവൃത്തികേട് കൊണ്ട്, കാര്യം തൻ്റെ നിവൃത്തികേട് കൊണ്ട് മറ്റുള്ളവരെ ഭയക്കുന്ന യഹൂദന്മാരുള്ള ഭയം നിമിത്തമാണ് അങ്ങനെ. പക്ഷേ ഇതിൻ്റെയൊക്കെ നിവൃത്തീകരണം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ദൈവമാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ നിർണയവും നിശ്ചയവുമാണ്. നമ്മളിപ്പം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ, അതായത് 26-ാം അധ്യായം 51-ാം തിരുവചനം, ഇതെല്ലാം ദൈവത്തിൻ്റെ മുൻ നിർണയമാണ്, അനാദി നിർണയത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് യേശുക്രിസ്തുവിടെ പറയുന്നത്. അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈ നീട്ടി വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാത് അറുത്തു. ഇത് പത്രോസാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പേരിവിടെ പറയുന്നില്ല, പക്ഷേ വേറെ അപ്പുറത്തെ സുവിശേഷങ്ങളിൽ പേര് പറയുന്നുണ്ട്. യേശു അവനോട് വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗിയോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടായോ എന്ന് നിനക്ക് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു. ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം തിരുവെഴുത്തിൻ്റെ നിവൃത്തീകരണമാണ്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, നിവൃത്തീകരണമാണ്. തിരുവെഴുത്തുകളുടെ, പഴയ നിയമ തിരുവെഴുത്തുകളുടെയും പ്രവചനങ്ങളുടെയും ദൈവഹിതത്തിൻ്റെയും ദൈവഇഷ്ടത്തിൻ്റെയും നിവൃത്തീകരണമാണ് ക്രിസ്തുയേശുവിൽ നിവൃത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. ക്രിസ്തുയേശുവിനെ ആരും ബലമായി പിടിക്കുകയല്ല, ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തത്. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കുക, സ്വയം മരണത്തിന് വേണ്ടി, യാതനകൾ, പീഡനങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുവാൻ സ്വയം അർപ്പിക്കപ്പെടുക, യാഗത്തിലേക്ക് സ്വയം അർപ്പിക്കപ്പെടുക. അല്ലാണ്ട് മറ്റുള്ളവരുടെ പരപ്രേരണയാലല്ല, സ്വയം അർപ്പിക്കപ്പെടുന്നതാണ്. അതിനൊക്കെ പലരും മുഖാന്തരമായി ദൈവം പലരെയും ഉപയോഗിക്കുന്നു, മുഖാന്തരമാക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം അതെല്ലാം പ്രവചനത്തിൻ്റെ നിവൃത്തീകരണത്തിന് വേണ്ടി. അപ്പോൾ അത് നമ്മൾ അറിയണം. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുന്ന ഒരു സ്വാഭാവികമോ അല്ലെങ്കിൽ അത് അസ്വാഭാവികമോ അല്ലെങ്കിൽ ഇത് ഒരു യാദൃശ്ചികമായി സംഭവിക്കുന്ന സംഭവങ്ങളൊന്നും അല്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഈ ഭൂമിയിലെ ജീവിതവും അതിൻ്റെ മരണവും എല്ലാ കാര്യങ്ങളും അനാദി നിർണയത്തിൽപ്പെട്ട, ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിവിടെ പറഞ്ഞില്ല എങ്ങനെ. അപ്പം ഇങ്ങനെ തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും? 54-ാം തിരുവചനം, 26-ാം അധ്യായം 54-ാം തിരുവചനം. ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തീകരണം വരും? അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ അത് നമ്മൾ ഓർക്കുക. ഇനി 27-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ അങ്ങനെ അതായത് 5 കോടതികളിൽ 6 പ്രാവശ്യം കർത്താവായ യേശുക്രിസ്തുവിനെ മാറി മാറി വിസ്തരിച്ചു. ഒന്ന് ഓർക്കണം, ഈ പീഡനങ്ങൾ വളരെയേറെ പീഡനങ്ങൾ. അപ്പോൾ ഇവിടെ ഈ കടന്നു വരുന്ന സമയത്തെല്ലാം പട്ടാളക്കാരും അതുപോലെ യഹൂദ്യ അധികാരികളുടെ പരീശന്മാരുടെയും ഇവരുടെയും സേനാധിപന്മാർ, അതായത് അവരുടെ സേനകളും, അതായത് യഹൂദ ജാതിയുടെ സേനകളും അതുപോലെ തന്നെ റോമാ സാമ്രാജ്യത്തിൻ്റെ പടയാളികളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ ഈ സമയത്തെല്ലാം വളരെയേറെ ശാരീരിക, മാനസിക, ആത്മീയ പീഡനം കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ തിരുവചനത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവസാനത്തെ 4 സുവിശേഷങ്ങളിലുള്ള അവസാനത്തെ അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുക.
വായിക്കുമ്പോൾ ആ പീഡനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വായിക്കാതിരിക്കരുത്. നമുക്കിപ്പോൾ ഇവിടെ സമയപരിധി ഉള്ളതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ നിങ്ങളെ സഹായിക്കുകയാണിത്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാനുള്ള ഒരു അടിസ്ഥാനം മാത്രമാണ് ഞാൻ ഇട്ട് തരുന്നത്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ തിരുവചന വായനയിലൂടെയും പഠനത്തിലൂടെയും അതിൻ്റെ പൂർണ്ണതയിലെത്തണം, വളർച്ചയുടെ പൂർണ്ണതയിലെത്തണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ 27-ാം അധ്യായത്തിൽ വീണ്ടും അവിടെ കാണുകയാണ് ഇപ്പോൾ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ആ പ്രവചന നിവൃത്തീകരണത്തിന്. ഇത് കഴിഞ്ഞിട്ട് ആ പ്രവചന നിവൃത്തീകരണം അവൻ്റെ മരണം, ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയോത്തായുടെ മരണമാണ്. അത് നേരത്തെ പ്രവചിച്ചിട്ടുള്ള കാര്യമാണ്. അവൻ്റെ മരണമാണ്. അത് അവനെ കുറ്റമില്ലാത്ത രക്തത്തെ, അതായത് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്താ, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് 30 വെള്ളിക്കാശിനാണ് കർത്താവ് യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശ് കൂലിയായിട്ട് യൂദാസ്കറിയോത്ത പരീശന്മാരോടും പുരോഹിതന്മാരോടും വാങ്ങിച്ചുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അതിൻ്റെ വില, യേശുക്രിസ്തുവിന് അവനിട്ട വില 30 വെള്ളിക്കാശാണ്. അപ്പോൾ അങ്ങനെയാണ് ഒറ്റിക്കൊടുത്തത്. അവൻ അത് നേരത്തെ ഉള്ള നമ്മൾ നേരത്തെ പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകത്തിലുള്ള പ്രവചന നിവൃത്തീകരണമാണ്. ചെന്ന് കെട്ടിഞ്ഞാണ് എറിഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു. ചെന്ന് കെട്ടിഞ്ഞാണ് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്ത് ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവൻ്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്നുവരെയും രക്തനിലം എന്ന് പേർ പറയുന്നു. ഇനി പഴയ നിയമ പ്രവചനത്തെ എടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 9-ാം വാക്യം, 27-ൻ്റെ 9-ാം വാക്യം. അപ്പം ഇസ്രയേൽ മക്കൾ വിലമതിച്ചവൻ്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്ത് കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവൻ്റെ നിലത്തിന് വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവൃത്തി വന്നു. അപ്പോൾ ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ എല്ലാം ഞാനൊരു ഇത് പിതാവായ ദൈവത്തിൻ്റെ ഹിതവും മുൻ നിർണയവും അനാദി നിർണയവുമാണോ എന്നുള്ളതിൻ്റെ ബോധ്യം വരാൻ വേണ്ടി ഞാനിത് ആ ഒരു തിരുവചനം മാത്രം വായിച്ചതേ ഉള്ളൂ. അപ്പം നിങ്ങൾ വായിക്കണം. ഇത് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. ഇത് വിശ്വസിപ്പാൻ യോഗ്യമായ വചനമാണ്. ഇത് മാത്രമാണ് വിശ്വസിപ്പാൻ യോഗ്യമായ വചനം. കാര്യം നമുക്ക് നിത്യജീവന് വേണ്ടി നമ്മളെ മനുഷ്യനെ, അതായത് നരഭോജിയായ മനുഷ്യനെ നരസ്നേഹിയാക്കി തീർക്കുവാൻ, പരിവർത്തനം ചെയ്ത് നരസ്നേഹിയാക്കി തീർക്കുവാൻ, ക്രൂരനായ മനുഷ്യനെ സൗമ്യനും പ്രയോജനമുള്ളവനുമാക്കി തീർക്കുവാൻ, ദൈവത്തിനും മനുഷ്യർക്കും സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനമുള്ളവരാക്കി തീർക്കുവാനായിട്ട് ഏക പുസ്തകം മാത്രമേ ഉള്ളൂ, തിരുവചനം മാത്രമേ ഉള്ളൂ. അത് സത്യവേദ പുസ്തകമാണ്, വിശുദ്ധ ബൈബിളാണ്. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിൻ്റെ പുസ്തകത്തിൻ്റെ ട്രൂ കോപ്പിയാണ്, അഥവാ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണിത്. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഇത് മുഴുവൻ സത്യമാണ്. ഇതിൽ സത്യമല്ലാത്തതൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ സത്യവേദ പുസ്തകം എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ തന്നെ അത് പറയുന്നുണ്ട്, സത്യവേദ പുസ്തകം എന്ന്. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള പേരിനെക്കുറിച്ച് പറയുന്നുണ്ട്, സത്യവേദ പുസ്തകം. അതായത് സത്യമാണ്, ഇത് മാത്രമാണ് സത്യം. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ചരിത്രമാണ്, അതുകൂടാതെ സത്യമാണ്, ദൈവിക സത്യമാണ്, അതുപോലെ ചരിത്രവുമാണ്, ലോക ചരിത്രവുമാണ് വിശുദ്ധ വേദ പുസ്തകം. അപ്പം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ വായിക്കുക, യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുക. യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ഇനി നമ്മൾക്ക് 27-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 27-ാം തിരുവചനത്തിലേക്ക് വരാം. 27-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ, അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി. അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ച് മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്തു. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോൽ എടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടി, അതായത് യേശുക്രിസ്തുവിൻ്റെ മരണം ക്രൂശീകരിക്കാൻ വേണ്ടി പിലാത്തോസ് യഹൂദന്മാരുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും ആവശ്യപ്രകാരം ക്രൂശീകരിക്കാനായിട്ട് പിലാത്തോസ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് വിധി കൽപ്പിച്ചു, അടുപ്പിച്ചു 41 കുറേ 39 അടി അടുപ്പിച്ച്
യേശുക്രിസ്തുവിനെ ഇവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷവും ഇവർ ചെയ്ത ആ പീഡനമാണ്, യേശുക്രിസ്തുവിനോട് ചെയ്ത പീഡനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതൊക്കെ വളരെ നമുക്കൊന്നും ചിന്തിക്കുവാൻ അത്രമാത്രം ക്രൂരമായിട്ടുള്ള പീഡനമാണ്. കാര്യം ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ആരോഗ്യ ദൃഢഗാത്രന്മാരും ക്രൂരന്മാരുമായിട്ടുള്ള പടയാളികളെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ക്രൂശീകരണ ഇത് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യൻ മൃഗത്തെക്കാളും അധമന്മാരായ ആൾക്കാരാണ് അത് ചെയ്യുന്നത്, ഈ കാര്യം. അപ്പോൾ അത്രമാത്രം ക്രൂരതയോടുകൂടിയാണ് യേശുക്രിസ്തുവിനെ അവർ ഈ ശാരീരിക മാനസിക ആത്മീയ പീഡനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവർ നൽകുന്നത്. അതൊക്കെ എല്ലാം അനാദി നിർണയമാണ്, ദൈവത്തിൻ്റെ നിർണയമാണ്. ദൈവത്തിൻ്റെ പാപത്തോടുള്ള നമ്മൾ ചെയ്ത മനുഷ്യവർഗം ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയും കുറ്റവും ശിക്ഷയുമാണ് യേശുക്രിസ്തു ഏറ്റെടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ നമുക്ക് ലോകത്തിൽ ആരാ ഉള്ളത്? ഈ മനുഷ്യനെയാണ് നമ്മൾ നിഷേധിക്കുന്നത്, പരിഹസിക്കുന്നത്, നിന്ദിക്കുന്നത്, അവഹേളിക്കുന്നത്. ഈ മനുഷ്യനെ അനുകരിക്കുന്ന, ഈ മനുഷ്യൻ്റെ യഥാർത്ഥമായിട്ടും ഈ സത്യദൈവമായ നിത്യദൈവമായ ഈ മനുഷ്യനിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുന്നു, അവരെ ദ്രോഹിക്കുന്നു, അവരുടെ വസ്തുവകൾ അപഹരിക്കുന്നു. ഇതൊക്കെ നമുക്ക് എത്രയോ, നമ്മളൊന്ന് നോക്കി നമ്മളെ നോർമൽ ബുദ്ധിയിൽ നിന്ന് ആലോചിച്ച് എന്ത് ദുരോഹമാണ് ചെയ്തത്. യേശുക്രിസ്തു മനുഷ്യർക്ക് നന്മയല്ലാതെ ഉണ്ട്, നന്മ ചെയ്തുകൊണ്ട് അവൻ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. നന്മ ചെയ്തുകൊണ്ട്, തിന്മയായിട്ട് എന്തെങ്കിലും ഒരു തിന്മ യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ ദ്രോഹിക്കുന്നവരെ, യേശുക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നവരെ, യേശുക്രിസ്തുവിനെ പരിഹസിക്കുന്നവരെ, യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരെ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ, ഇതെല്ലാം ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിനെ തന്നെയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരെയെല്ലാം നിങ്ങൾ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കുന്നു അതെല്ലാം യേശുക്രിസ്തുവിനോട് തന്നെയാണ് ചെയ്യുന്നത്. അന്ന് 2000 വർഷങ്ങൾക്ക് മുൻപേ ആ മനുഷ്യർ, യഹൂദന്മാരും റോമാ സാമ്രാജ്യ പടയാളികളും യേശുക്രിസ്തുവിനോട് എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മളിപ്പോഴും. നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ മക്കളെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾ ദ്രോഹിക്കുമ്പോൾ ചെയ്യുന്നതും ആ യേശുക്രിസ്തുവിനെ തന്നെ, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നിങ്ങളെ ഈ സ്ഥാനമാനങ്ങളൊക്കെ നൽകി നിങ്ങളെ ആ സ്ഥാനങ്ങളിലാക്കി വെച്ച ആ ദൈവത്തെ തന്നെയാണ് നിങ്ങളിപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്ദിച്ചുകൊണ്ടിരിക്കുന്നത്, പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്, നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്, അടിച്ചുകൊണ്ടിരിക്കുന്നതും, മുൾമുടി ചൂടുന്നത്, കുത്തുന്നതും. ഇതെല്ലാം ആ യേശുക്രിസ്തുവിനെ തന്നെയാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഉപദ്രവവും നന്മ മാത്രം ചെയ്യുന്ന, ഒരു തിന്മയും ചെയ്യാത്ത, മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ആ സത്യദൈവത്തെ നിങ്ങൾ നിഷേധിക്കരുതേ എന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ആ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും, ആ ദൈവത്തിലും ആ ദൈവത്തിൻ്റെ വചനത്തിലും വിശ്വസിക്കുന്നവരെയും നിങ്ങൾ ഉപദ്രവിക്കരുതേ, നിങ്ങളവരെ പീഡിപ്പിക്കരുതേ, നിങ്ങളവരെ ക്രൂശിക്കരുതേ എന്ന് വിനയപൂർവ്വം ദൈവനാമത്തിൽ, ആ ദൈവത്തിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ ചെയ്യുന്നവരോട്, അങ്ങനെ പ്രവർത്തിക്കുന്നവരോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ആ ദൈവസ്നേഹത്തെ, ഈ ദൈവസ്നേഹത്തെ, ഇങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വേറെ ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇങ്ങനെ യേശുക്രിസ്തുവിനെ പോലെയുള്ളൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ എന്തിനാ യേശുക്രിസ്തുവിനെ നിങ്ങൾ നിഷേധിക്കുന്നത്? നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, വന്നിച്ചില്ല എങ്കിലും നിന്ദിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിക്കുന്നുമില്ല, ആദരിക്കുന്നുമില്ല, ബഹുമാനിക്കുന്നില്ല, നിങ്ങൾ എത്രമാത്രം നിന്ദിക്കുകയും അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ പ്രവൃത്തിയിൽ നിങ്ങൾ മാറുക, നിങ്ങൾക്ക് മാനസാന്തരത്തിനായി നിങ്ങൾ മാറുക. അത് തെറ്റാണ്, അത് ദൈവം ഈ മനുഷ്യൻ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളുടെ നോർമലായിട്ടുള്ള ബുദ്ധിയിലൊന്ന് ആലോചിച്ച് നോക്കും. ഇത്ര ഒരു തിന്മ പോലും ചെയ്യാത്ത യേശുക്രിസ്തു, നന്മ മാത്രം ചെയ്ത യേശുക്രിസ്തു, അതുപോലെ അദ്ദേഹത്തെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ അംഗമെന്ന് അതിൻ്റെ അർത്ഥം. ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ അംഗമെന്നാണ് അർത്ഥം. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ അംഗമായ വിശുദ്ധ ജനത്തെ, ദൈവസഭയെ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ അത് ക്രിസ്തുവിനെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. ഒരു കുടുംബത്തിൽ ആ ഒരു മക്കളെ പീഡിപ്പിക്കുമ്പോൾ അതെന്താ, കുടുംബനാഥനെ പീഡിപ്പിക്കുന്ന തുല്യമാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ദൈവത്തെയാണ് പീഡിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പീഡനങ്ങളിൽ നിന്നും ക്രിസ്തുവിനും ദൈവവചനത്തിനും ദൈവത്തിൻ്റെ ആത്മാവിനും ക്രിസ്തുവിനും എതിരായുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ വിമുഖരാകണം, പിന്മാറണം. അത് മഹാപാപമാണ്.
മഹാപാപമാണ്, അധികം ശിക്ഷാവിധിക്ക് യോഗ്യമാകുന്ന മഹാപാപമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണമെന്ന് നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ യേശുക്രിസ്തു, നമ്മൾ 27-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ തന്നെ പറയുന്ന കാര്യം, അങ്ങനെ യേശുക്രിസ്തുവിനെ അവർ ഇങ്ങനെ ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്തതിന് ശേഷം അവനെ ക്രൂശിച്ചു. ഗൊൽഗോഥ എന്നുള്ള മലയിൽ, തലയോട്ടിടമെന്നറിയപ്പെടുന്ന ഗൊൽഗോഥ എന്നുള്ള മലയിൽ അവിടെ കൊണ്ട് ക്രൂശിക്കുന്നു. അപ്പോൾ അവിടെ യഹൂദന്മാരുടെ രാജാവായി അവനെ ക്രൂശിക്കുന്ന കാര്യമാണ് അവിടെ അവനെ അതായത് 27-ാം അധ്യായം 35-ാം തിരുവചനം, 27-ാം അധ്യായം 35-ാം തിരുവചനം മുതൽ പറയുന്നുണ്ട്, അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു, അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തും 2 കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. ഇതൊക്കെ പ്രവചന നിവൃത്തിയാണ് കേട്ടോ. ഈ പറയുന്നതെല്ലാം പ്രവചന നിവൃത്തിയാണ്. കടന്നു പോകുന്നവർ ഇതെല്ലാം ഇവിടെ നമ്മൾ വായിച്ചു നോക്കുക, നിങ്ങളിതെല്ലാം അതെല്ലാം പ്രവചന നിവൃത്തിയാണ്. അങ്ങനെ പരിഹസിച്ച് എല്ലാം വെള്ളം തന്നെത്താൻ രക്ഷിക്കട്ടെ. വീണ്ടും അവർ ക്രൂശിൽ കടന്നപ്പോഴും ഇവന് യേശുക്രിസ്തുവിനെ പരിഹസിക്കുകയാണ്. ഇതെല്ലാം പ്രവചന നിവൃത്തിയാണ്. നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കുക, 27-ാം അധ്യായം മുഴുവനും വായിക്കുക. ഇവരിൽ പ്രസാദമുള്ളെങ്കിൽ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെയും ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. അതായത് ഈ ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ദൈവം അപ്പോൾ കേട്ടുവെങ്കിലും പ്രതികരിച്ചില്ല. എന്നാൽ ആ പ്രാർത്ഥനയ്ക്കുള്ള പ്രതികരണം, പിതാവായ ദൈവത്തിൻ്റെ പ്രതികരണമാണ് ഈ സമയം കാണുന്നത്. അതായത് 6-ാം മണി നേരം മുതൽ ആ പ്രതികരണമാണ്, ദൈവം ആ പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ പ്രതികരണമാണ് അവിടെ കാണുന്നത്. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെയും ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അതായത് പ്രകൃതിയിൽ അതായത് സൂര്യനെ മറച്ചു കളഞ്ഞു, ഇരുട്ട്, അതായത് അന്ധകാരമായി സൂര്യനെ മറച്ചു കളഞ്ഞു. ഈ സമയമെന്ന് പറയുന്നത് 6-ാം മണി നേരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വൈകുന്നേരം 6-ാം മണിയല്ല, അത് 3 മണി, അതായത് 9 മണിയാണ്. 9 മണി, ഈ 6-ാം മണി എന്നുള്ളത് 9 മണിയാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ 9 മണിക്കും അവിടെ യഹൂദന്മാരുടെ സമയമാണിത്. യഹൂദന്മാരുടെ സമയമാണ് ഈ 6-ാം മണി എന്നൊക്കെ പറയാം. അപ്പോൾ രാവിലെ 9 മണിയാണ്. അപ്പോൾ ഈ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ, അതായത് 6 മണിക്കൂറാണ്. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ എന്ന് പറഞ്ഞാൽ യഹൂദ സമയമാണ്. യഹൂദ കലണ്ടർ പ്രകാരമുള്ള സമയമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അത് 9 മണിക്കൂറാണ്. ഈ 3 മണി, 9-ാം മണി നേരം എന്നുള്ളത് വൈകുന്നേരം ഉച്ച കഴിഞ്ഞതിന് ശേഷം 3 മണിക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ കലണ്ടർ പ്രകാരമുള്ള ഇപ്പോഴത്തെ കലണ്ടർ പ്രകാരമുള്ള നമ്മുടെ ലോക കലണ്ടർ പ്രകാരമുള്ള കാര്യത്തിൽ 9-ാം മണി നേരം എന്ന് പറയുന്നത് 3 മണി. അപ്പോൾ 6 മണിക്കൂർ സമയമാണ് യേശുക്രിസ്തു ക്രൂശിന്മേൽ കടന്നത്. 6-ാം മണി നേരം 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ. 3-ാം മണി നേരത്തിലാണ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നത്. ഈ 6-ാം മണി എന്നുള്ളത് 12 മണിയാണ്. 3-ാം മണി എന്നുള്ളതാണ് 9 മണി, രാവിലെ 9 മണി. അപ്പം 9 മണിക്കാണ് ക്രൂശിക്കുന്നത്. 3-ാം മണി നേരത്തിലാണ് ക്രൂശിക്കുന്നത്. പക്ഷേ ആ ക്രൂശിച്ച സമയം അത് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ എന്നുള്ളത് 3 മണിക്കൂറാണ്. അപ്പോൾ ആ 3 മണിക്കൂറാണ് അന്ധകാരം. അതായത് നട്ടുച്ച സമയത്ത് ഭൂമി അന്ധകാരത്തിലായി. സൂര്യൻ്റെ പ്രകാശം ദൈവം ഇല്ലാതാക്കി. അതായത് ആ ഗെത്സമനയിലെ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലം, അതായത് പ്രാർത്ഥനയിൽ ദൈവം പ്രതികരിച്ച സമയമാണ്. ആ സമയം പ്രതികരിച്ചു തുടങ്ങി. കാര്യം പ്രകൃതിയെ അത് ബാധിച്ചു. ആ സമയത്ത് പ്രകൃതിയെ അത് ബാധിച്ചു. പ്രകൃതിയിലെ ദൈവത്തിൻ്റെ ആ നിർദ്ദേശപ്രകാരം പ്രകൃതി അത് ഏറ്റെടുത്തു. അതാണ് സൂര്യൻ അസ്തമിച്ചു. അതായത് അസ്തമിച്ചെന്നല്ല, സൂര്യൻ പ്രകാശം കൊടുത്തില്ല. സൂര്യൻ്റെ ആ പ്രകാശം ഇല്ലാതായി, തടയപ്പെട്ടു. ഭൂമിയിലേക്കുള്ള സൂര്യൻ്റെ പ്രകാശം തടയപ്പെട്ടു. അപ്പോൾ അങ്ങനെ 3 മണിക്കൂർ നേരം അന്ധകാരമായി. 9-ാം മണി നേരത്ത് അപ്പോൾ അത് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ക്രൂശിമേൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വെറുതെ വളരെ ആ കാര്യം ഏറ്റവും ക്രൂരമായൊരു ശിക്ഷയാണ് ഈ ക്രൂശീകരണം എന്ന് പറയുന്നത്. ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ക്രൂശിമേൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ആണി തറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇഞ്ച് 10 ഇഞ്ച് നീളമുള്ള
അതായത് ആ മരത്തിൻ്റെ ഒക്കെ വണ്ണമൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ 8 അല്ലെങ്കിൽ 12 ഇഞ്ചൊക്കെ ആ മരത്തിൻ്റെ വണ്ണം, കൊണ്ടുപോകുന്ന മരത്തിൻ്റെ വണ്ണം, ചുമന്നുകൊണ്ട് പോകുന്ന മരത്തിൻ്റെ വണ്ണം അനുസരിച്ചാണ് ആണിയുടെ നീളം കണക്കാക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെയുള്ള നീളമുള്ള ആണി ഇരുമ്പാണിയാണ്. ആ ആണി കൈ നമ്മൾ ഇപ്പം നമ്മൾ കാണുന്ന ചിത്രങ്ങളിലൊക്കെ കാണുന്നത് കൈയുടെ ഉള്ളംകൈയിൽ തറച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഉള്ളംകൈയിലല്ല തറയ്ക്കുന്നത്. ഉള്ളംകൈയിൽ തറച്ചു കഴിഞ്ഞാൽ അത് കീറിപ്പോകും. കാര്യം ശരീരത്തിൻ്റെ വെയിറ്റും വേദനയും ഒക്കെ ആകുമ്പോൾ കവചത്തിൽ കിടന്ന് പിടയുമ്പോഴത്തേക്ക് ഈ കൈ അവിടെ നിന്ന് കീറിപ്പോകും. അത് താഴെ ബോഡി താഴെ വീഴുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഉള്ളംകൈയിലല്ല തറയ്ക്കുന്നത്. അത് ചിത്രകാരന്മാരുടെ ഒരു ഭാവന മാത്രമാണ്. അത് യഹൂദ നിയമപ്രകാരം, യഹൂദത്തിൻ്റെ അവരുടെ ക്രൂശീകരണ നിയമപ്രകാരം നമ്മുടെ ഈ ഉള്ളംകൈയുടെ ജോയിൻ്റ്, അതായത് കൈപ്പത്തിയുടെ ജോയിൻറ്റിലാണ് തറയ്ക്കുന്നത്. അതവിടെ അതിൽ അസ്ഥിയിലൂടെയും ഞരമ്പിലൂടെയും, അതായത് അതിൻ്റെ ഏറ്റവും മർമ്മമായ ഞരമ്പിലൂടെയും അസ്ഥിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹനീയമായ വേദനയാണ്. അതുപോലെ തന്നെ ഇത് പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൈപ്പത്തി, അതായത് നമ്മുടെ കൈവിരലുകൾ, ആ കൈപ്പത്തിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു പോകണം, എങ്കിലേ അത് അങ്ങനെ പോകത്തില്ല. പക്ഷേ അപ്പോൾ അത്രയ്ക്ക് അവിടെ ഇതുണ്ട്. അപ്പോൾ അവിടെയാണ് തറയ്ക്കുന്നത്. അവിടെ തറയ്ക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അപാരമായ അസഹനീയമായ വേദന. അതുപോലെ കാലിനും അതുപോലെ തന്നെയാണ്. കാലിൻ്റെ ആ ഉപ്പുകുറ്റിയുടെ അവിടെ ആ സമയത്ത് ഉപ്പുകുറ്റിയുടെ അവിടെ അതിൻ്റെ മുകളിലും അതെല്ലാം ഉൾക്കൊള്ളുന്ന നിലയിലാണ് അവിടെ. അതും ഈ ഞരമ്പിൻ്റെ അതായത് അസ്ഥിയുടെയും ഞരമ്പിൻ്റെയും പ്രധാനമായ മർമ്മഭാഗമാണ്. ഭയങ്കര വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര വേദനയാണ്. ശ്വാസോച്ഛ്വാസം എടുക്കുവാനായിട്ട് കഴിയത്തില്ല. അതായത് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് ഈ വെള്ളം കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകും. രക്തം നമ്മൾ ശ്വാസനാളത്തിൽ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകും. അപ്പോൾ ഈ ക്രൂശീകരണ സമയത്തും ഈ പീഡന സമയത്തുമൊക്കെ ശ്വാസകോശത്തിൽ വെള്ളം കയറും. അപ്പോൾ അങ്ങനെ ശ്വാസം മുട്ടലുണ്ടാകും. അപ്പോൾ ഈ ക്രൂശിന്മേൽ കിടക്കുന്ന സമയത്തും ശ്വാസം മുട്ടലുണ്ടാകും. നമ്മൾ ഈ ആസ്മ രോഗികൾ, നമുക്കിപ്പം ഈ കൊറോണ വന്ന സമയത്തൊക്കെ ശ്വാസം കിട്ടാതെ മരിച്ചത് നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ അധികമായി 6 മണിക്കൂർ സമയമാണ് ഈ ഒരു അനുഭവത്തിൽ ശ്വാസം കിട്ടാതെ യേശുക്രിസ്തു ഈ ക്രൂശിൽ കിടന്ന് യാതന അനുഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, ശ്വാസം കിട്ടാതെ പടഞ്ഞ് മരിക്കുക. ഓരോ പ്രാവശ്യവും ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് ശരീരം മുഴുവനും സന്ധികളും ഞരമ്പുകളും കോശങ്ങളും ബുദ്ധി എല്ലാം വേദനയാൽ അത്രയ്ക്ക് വേദന സഹിക്കുക 6 മണിക്കൂർ സമയം. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥ നമുക്കതൊന്നും പറഞ്ഞ് വെളിപ്പെടുത്തുവാൻ മനുഷ്യൻ്റെ മനസ്സിനെ കൊണ്ട് ബുദ്ധിക്ക് ചിന്തിക്കുവാൻ കഴിയാത്തത്ര പീഡനമാണ് ഈ 6 മണിക്കൂർ സമയം. അതിനു മുമ്പും അതിന് ശേഷവുമുള്ള ഈ 6 മണിക്കൂർ സമയവും യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി, നാം പാപികളാക്കി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. അപ്പോൾ ഇത്രയും സ്നേഹിക്കുന്ന ഈ മനുഷ്യനെയാണ് നമ്മൾ നിരസിക്കുന്നത്, അപമാനിക്കുന്നത്, പരിഹസിക്കുന്നത്, സ്വീകരിക്കാത്തത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ എത്രമാത്രം ക്രൂര മനസ്സിന് ഉടമകളാണെന്ന് ആലോചിക്കുക. ഒരു ഉപദ്രവവും ചെയ്യാത്ത നമ്മൾ തന്നെ പാപികളായിരിക്കുമ്പോൾ, നമ്മൾ തന്നെ അധർമ്മികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു, നമ്മളെ സഹായിച്ച്, നമുക്ക് വേണ്ടി ആ പരിഹാരം വരുത്തി, നമുക്ക് പകരമായിട്ട് മരിച്ച, ശിക്ഷകൾ ഏറ്റെടുത്ത, നമ്മുടെ പകരക്കാരനായി തീർന്ന ആ മനുഷ്യനെ നമ്മൾ നിഷേധിക്കുന്നത് എത്രമാത്രം വേദനാജനകമാണ്, എത്രമാത്രം അപഹാസ്യമായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു, യേശുക്രിസ്തുവിനെ നിഷേധിക്കരുത്, നിന്ദിക്കരുത്, പരിഹസിക്കരുത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെയും നിങ്ങൾ ബഹുമാനിച്ചില്ല എങ്കിലും ആദരിച്ചില്ല എങ്കിലും അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ക്രൂശിക്കുകയും ഹല്ലേലൂയ ഉപദ്രവിക്കുകയും ചെയ്യരുതേ. ശാരീരിക, മാനസിക, ആത്മീയ പീഡനങ്ങൾ അവർക്ക് നൽകരുതേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ 6 മണിക്കൂർ സമയം അനുഭവിച്ച വേദനകൾ, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ ഈ 48-ാം വചനം 48 കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നേരത്തെ യേശു അതായത് 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം ദേശത്തും മുഴുവനും ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മാ ശബത്താനി എന്ന് ഉറക്കെ നിലവിളിച്ച്, എൻ്റെ ദൈവമേ അങ്ങ് എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവർ അവൻ ഏലിയാ വിളിക്കുന്നു, അങ്ങനെ പറഞ്ഞ് കൈവിട്ടത് എന്ത്. അപ്പോൾ ഏലിയാവ് അവനെ വരുമ്പോൾ യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ അതായത് ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ്
യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെ, തൻ്റെ ജീവനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തത്. അതായത് നമ്മളൊക്കെ മരിക്കുന്നത് പോലെ, അതായത് നമ്മൾ സ്വയം സ്വമേധ മരിക്കാൻ ഒരു സ്വാഭാവിക മരണമല്ല, ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തു. ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനെ തിരികെ പ്രാപിക്കുവാനുള്ള അധികാരം യേശുക്രിസ്തുവിനുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാൻ, അതായത് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും നൽകുവാനും സമർപ്പിക്കുവാനും യാഗമായി അർപ്പിക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കുവാനും നൽകുവാനും യേശുക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നത് പോലെ തന്നെ അതിനെ തിരികെ പ്രാപിക്കുവാനും യേശുക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നു. അങ്ങനെയാണ് യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായത്. ആ അധികാരത്തിലാണ് പരിശുദ്ധാത്മാവ്, ദൈവം തൻ്റെ ആത്മാവിനാൽ വീണ്ടും കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം തീയതി ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളാണ്. അതായത് യേശുക്രിസ്തു പ്രാണനെ വിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ, ദേവാലയത്തിലുണ്ടായ മാറ്റങ്ങളാണ് 51-ാം തിരുവചനം മുതൽ പറയുന്നത്. അപ്പോൾ മന്ദിരത്തിലെ, അതായത് ദേവാലയത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞു. ഇത് ശതാധിപൻ്റെ, അതായത് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുവന്ന ശതാധിപൻ, ആ പട്ടാള തലവൻ്റെ സാക്ഷ്യമാണ്. ഇവൻ ദൈവപുത്രനാവുന്നു, ഇവനിൽ പാപമില്ല, ഇവൻ നീതിമാനാവുന്നു എന്നുള്ള അവൻ്റെ ശതാധിപൻ്റെ അവസാന സാക്ഷീകരണമാണത്. അതായത് യേശുക്രിസ്തു പാപം ചെയ്തില്ല, അവൻ ദൈവപുത്രനായിരുന്നു എന്ന് ഈ അടയാളങ്ങളെ കണ്ടപ്പോൾ ശതാധിപനും പ്രഖ്യാപിച്ചു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അതായത് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ആ ശതാധിപനും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ വിശ്വാസ പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ്. നീതിമാനായിരുന്നു, ഇവൻ ദൈവപുത്രനാണ് എന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തുക. അങ്ങനെ അവിടെ മരണം സംഭവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് സന്ധ്യയാകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ കല്ലറ സംസ്കാരമാണ് നടക്കുന്നത്. അത് 57-ാം തിരുവചനം മുതൽ 28-ാം അധ്യായം നമ്മൾ ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം മുതൽ 61-ാമത്തെ തിരുവചനം വരെയുള്ളതാണ് സംസ്കാര കാര്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ സംസ്കരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വായിക്കുക. എങ്കിലും ഞാനൊന്ന് വായിച്ചു വിടാം, വിശദീകരിക്കുന്നില്ല. സന്ധ്യയായപ്പോൾ അരിമത്യാക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കയാൽ വന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുപ്പാൻ കൽപ്പിച്ചു. യോസഫ് ശരീരമെടുത്ത് ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ, അതായത് ഈ അരിമത്യാക്കാരനായ യോസഫിൻ്റെ ആ തോട്ടത്തിലെ സ്വന്തം കല്ലറ, ആ തോട്ടവും ആ കല്ലറയും എല്ലാം യോസഫിൻ്റെതായിരുന്നു. തൻ്റെ സ്വന്തം കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ലും ഉരുട്ടി വെച്ചിട്ട് പോയി. കല്ലറയ്ക്ക് എതിരെ മഗ്ദലേനക്കാരത്തി മറിയവും മറ്റേ മറിയവും ഇരുന്നിരുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ ക്രൂശിനോട് കൂടെ അനുഗമിച്ചിരുന്ന സ്ത്രീകളാണ് ഇവരെല്ലാവരും. അപ്പോൾ അവരോട് കൂടെ അനുഗമിച്ചിരുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പം അവിടെ അങ്ങനെ യേശുക്രിസ്തുവിനെ സംസ്കരിച്ചു. യേശുക്രിസ്തുവിൻ്റെ ശരീരം പുതിയ കല്ലറയിൽ സംസ്കാരം അവൻ്റെ ഇതൊക്കെ പ്രവചന നിവൃത്തിയാണ് കേട്ടോ. കാര്യം ഇതെല്ലാം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മുഴുവനും കാര്യങ്ങൾ പ്രവചന നിവൃത്തിയാണ്. ഈ വായിച്ച കാര്യവും പ്രവചന നിവൃത്തിയാണ്. അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും വായിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ അവരുടെ ഇടയിൽ ഉയർത്തേന് ഇരുന്നിരുന്നു. പാറയിൽ മറിയയും ഇരുന്ന്. ഒരുക്ക നാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വലിയതായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3 നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിനെന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. അപ്പോൾ
കർത്താവായ യേശുക്രിസ്തു 3 ദിവസം മരിച്ചതിന് ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരുന്നു. പിന്നെ പഴയ നിയമ പ്രവചന ഭാഗങ്ങളുമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവും പ്രവചിച്ചിരുന്നു. പിന്നെ പഴയ നിയമ പ്രതിപദന. അപ്പോൾ ഇതൊക്കെ ഈ യഹൂദന്മാർക്കറിയാം. കാര്യം അവർ മത അനുസാരികളാണ്, ശാസ്ത്രിമാരാണ്, മതപണ്ഡിതന്മാരാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ അറിയാം. പക്ഷേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കരുത് എന്ന് അവരുടെ ആ ഒരു മാനുഷിക ബുദ്ധിയിൽ അവർ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം, കാര്യം ഇതെല്ലാം ദൈവത്തിൻ്റെ മുൻ നിർണയവും നിശ്ചയവുമാണല്ലോ. അതിൻ്റെ നിവൃത്തീകരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ഇവരെല്ലാവരും ഇതെല്ലാം ഉപയോഗിക്കപ്പെടുന്നവരെല്ലാവരും ഉപകരണങ്ങൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ശബത്ത് കഴിഞ്ഞ് അങ്ങനെ അവർ ആ കല്ലറ ഉറപ്പാക്കി ഇത് വെച്ചു, കാവൽക്കൂട്ടത്തെ ആക്കി മുദ്ര ചെയ്തു, എല്ലാം ചെയ്തു. അങ്ങനെ ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, അതായത് ഞായറാഴ്ച വെളുക്കുമ്പോൾ മഗ്ദലേനക്കാരത്തി മറിയവും മറ്റേ മറിയവും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു കല്ല് ഉരുട്ടി നീക്കി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറയുവിൻ. അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു. അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു. അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അതായത് ഇവിടെ ഈ യഹൂദന്മാരുടെ ആവശ്യപ്രകാരം ഹെരോദാവ് ഇങ്ങനെ ഇതെല്ലാം വെച്ചുവെങ്കിലും അവിടെ കല്ലറ അതൊന്നും ദൈവത്തിനതൊരു കാര്യം. കർത്താവായ യേശുക്രിസ്തു എല്ലാ കാര്യം സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമാണ്. പിന്നെ ഈ ശരീരം ട്രാൻസ്പെറൻറ്റ് കാര്യം, ഇത് പിന്നെ ആത്മശരീരമാണ്. അപ്പോൾ അവിടുന്ന് ഈ കർത്താവായ യേശുക്രിസ്തുവിന് ആ കല്ലറയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയല്ല ദൂതന്മാർ കല്ലറയുടെ വാതിൽ ആ കല്ലുരുട്ടി നീക്കിയത്. കാര്യം കർത്താവിന് കല്ലറയിൽ നിന്ന് പുറത്തു വരേണ്ട കാര്യം, അതിന് കല്ലുരുട്ടി മാറ്റേണ്ട കാര്യമില്ല. കാരണമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ആത്മശരീരമായി കഴിഞ്ഞു. ആത്മശരീരം, അതായത് ആ ശരീരം രൂപാന്തരപ്പെട്ട് ആത്മശരീരം പ്രാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ആത്മശരീരം ട്രാൻസ്പെറൻ്റാണ്. അതിന് അകത്തു പോകാനോ പുറത്തു വരാനോ അതിന് ഒരു തടസ്സമില്ല ആത്മശരീരത്തിന്. അത് പഴയ അവസ്ഥയിലേക്ക്, അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൂർവ്വാവസ്ഥയിലേക്ക് ആ ശരീരം വന്നു കഴിഞ്ഞു. നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ ജഡശരീരമാണ് ഉപേക്ഷിക്കുന്നത്, ആത്മശരീരം നിലനിൽക്കുക ചെയ്യുന്നത്. ഏതൊരു മനുഷ്യനും മരിക്കുമ്പോഴത്തേക്ക് ജഡശരീരം നശിക്കുന്ന ആ നാശത്തിലേക്ക്, ദ്രവത്വത്തിലേക്ക് പോകും, ആത്മശരീരം ഇതിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പം ഉയർത്തെഴുന്നേറ്റ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പം ഇതെല്ലാം പ്രവചന നിവൃത്തിയാണ്. കർത്താവ് നമ്മൾ നേരത്തെ വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ, എല്ലാം സകലതും പിതാവായ ദൈവത്തിൻ്റെ പ്രവചന നിവൃത്തീകരണമാണ്. അത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യവർഗത്തെ രക്ഷിച്ച് തൻ്റെ മകനും മകളുമാക്കി തീർക്കുവാൻ ഇമ്മാനുവേൽ എന്നുള്ള ദൈവിക ആത്യന്തിക ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തികളാണ് ഇതെല്ലാം. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട്, അതായത് യേശുക്രിസ്തു ആര് എന്നുള്ളതിൻ്റെ ഇതിപ്പോൾ നമ്മൾ യേശുക്രിസ്തു ആര് എന്നുള്ള, അതായത് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം, യേശുക്രിസ്തു ആര് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഉപവിഷയമായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം എന്നുള്ള ആ വിഷയത്തിൻ്റെ ഇനിയിപ്പോൾ സ്വർഗാരോഹണം കൂടിയുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം ഇതിപ്പോൾ അതുകൂടി ഞാൻ വായിക്കാം. അപ്പം അവിടെ നമ്മൾ 28-ാം അധ്യായം, അതായത് ഇപ്പം നമ്മൾ വായിച്ച 28-ാം അധ്യായമാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. അതിൽ 28-ാം അധ്യായത്തിൽ സ്വർഗാരോഹണം കൂടി വായിച്ച് നിർത്താം. അപ്പോൾ 40 ദിവസം ഈ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം, അതായത് കല്ലറയിൽ നിന്ന് പുറത്തു വന്നതിന് പുനരുദ്ധാനത്തിന് ശേഷം 40 ദിവസം യേശുക്രിസ്തു ഈ ഭൂമിയിലുണ്ടായിരുന്നു. ശിഷ്യന്മാരെ പഠിപ്പിച്ചും കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയും ഇവിടെ 40 ദിവസം, 40ാമത്തെ ദിവസമാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് ഇപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്നും മധ്യസ്ഥം വഹിക്കുന്നു, ഒന്നും തന്നിൽ വിശ്വസിച്ച ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ഭവനങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. അങ്ങനെ അത് 28-ാം അധ്യായം
16 വാക്യത്തിൽ, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലായിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു വന്ന, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും. ഇനി ഇവിടെ ഈ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം നമുക്കൊന്ന് വായിക്കാം. അതായത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു, ഭൂമിയിൽ എടുക്കപ്പെട്ടു എന്ന്. യേശു അവരോട് വിളിച്ചു ചോദിച്ചു സ്വർഗത്തിലേക്ക്. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 19 തിരുവചനമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 19 തിരുവചനം. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട എല്ലാം കണ്ട ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു. അപ്പം സ്വർഗാരോഹണം ചെയ്തു. 40-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40-ാം ദിവസമാണ് ഈ സ്വർഗാരോഹണം നടക്കുന്നത്. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. തൻ്റെ പ്രവൃത്തി തികച്ചവൻ, അതായത് പ്രവർത്തിക്കുന്നവൻ ഇരിക്കുന്നില്ല, പ്രവൃത്തി തികച്ചവനാണ് ഇരിക്കുന്നത്. അതായത് സകലതും നിവൃത്തീകരിച്ചു. തൻ്റെ ക്രൂശീകരണത്തിൽ കർത്താവ് പറഞ്ഞ് സകലതും നിവൃത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്രൂശീകരണ സമയത്തിനുള്ള ഒരു തിരുവചന 6-ാമത്തെ തിരുവചന ഭാഗം അതാണ്. തിരുവായ്മൊഴി അതാണ്. സകലവും നിവൃത്തിയായിരിക്കുന്നു. ടെസ്റ്റ്ലെസ്റ്റായി സകലതും മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുവാനുള്ള സകല കാര്യങ്ങളും നിവൃത്തീകരിച്ചിരിക്കുന്നു. ടെസ്റ്റ്ലെസ്റ്റായി. അങ്ങനെ ആ നിവൃത്തീകരിച്ചവൻ പിന്നെ ഇരിക്കുക. ആ പ്രവൃത്തി തീർന്നല്ലോ. പ്രവൃത്തി തീർന്നപ്പോൾ പിന്നെ വിശ്രമം ഇരിക്കുക. അതാണ് ഇരുന്നു എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ ഇരുന്നു. അപ്പോൾ അവിടെയായിരുന്നു നേരത്തെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തായിരുന്നു ഇരുന്നത്. അപ്പോൾ അവിടേക്ക് വീണ്ടും അവിടെ പോയിരുന്നു. ആ പ്രവർത്തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് അവിടെ പോയിരുന്നു. അപ്പോൾ അതാണ് ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പാപമോചനത്തിന് വേണ്ടിയല്ല വരുന്നത്, തന്നിൽ വിശ്വസിച്ചവരെ ചേർക്കുന്നതിന് വേണ്ടി. അതായത് തൻ്റെ മക്കളായ, തന്നിൽ വിശ്വസിച്ച് തൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന ദൈവമക്കളെ ചേർക്കുവാൻ വേണ്ടിയാണ് ഇനിയും വീണ്ടും വരുന്നത്. അത് ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാവും. ആ പ്രവചനവും നിവൃത്തീകരിക്കും. കാര്യം ഈ പ്രവചനങ്ങളെല്ലാം നിവൃത്തീകരിച്ച് ദൈവത്തിൻ്റെ വചനം ഉവ്വ എന്നും അല്ല എന്നുമാണ്. അതിന് മാറ്റമില്ല. ഈ ഭൂമിയിലുള്ളതൊക്കെയും മാറിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനമോ എല്ലാ കാലവും നിലനിൽക്കും. അതുപോലെ തന്നെ മാറ്റമില്ലാതെ വള്ളിയോ പുള്ളിയോ മാറിപ്പോകാതെ അതുപോലെ തന്നെ നിലനിൽക്കുകയും നിവൃത്തീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. വീണ്ടും വരും. അതുകൊണ്ട് ആ വീണ്ടും വരവിൽ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഈ തിരുവചന ഭാഗങ്ങൾ നിങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേൾക്കുന്നവരാരെങ്കിലും രക്ഷിക്കപ്പെടാതെ അവരുണ്ടെങ്കിൽ എൻ്റെ ആദ്യ വീഡിയോകളിൽ 1 മുതൽ 10 വരെയുള്ള ആ വീഡിയോകൾ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ചും വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1, 2, 3 വീഡിയോകളോ അല്ലെങ്കിൽ മുഴുവൻ വീഡിയോകൾ, അതായത് 10 വീഡിയോകളും കാണുക. നിങ്ങൾ രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, വീണ്ടും ജന്മം പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക, ക്രിസ്തുയേശുവിനോട് ചേരുക, ക്രിസ്തുയേശുവിലായിരിക്കുക. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധവാന്മാരാക്കി മാനസാന്തരത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ, നിത്യജീവനിലേക്ക് നയിക്കട്ടെ. ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതി ചേരുവാനിടയായിത്തീരട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ കാരണമായി തീരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ, അതായത് യേശുക്രിസ്തു ആരെന്നുള്ള എപ്പിസോഡ് ഇവിടെ പര്യവസാനിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്ത കാര്യങ്ങളുണ്ട്. അതിനോട് യേശുക്രിസ്തു ആരെന്നുള്ളതിൻ്റെ അതിൻ്റെ തുടർച്ചയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്നുള്ള ആ കാര്യങ്ങൾ ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. ലഘുവായിട്ടുള്ള ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഇതിൽ നിന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കാൻ മാത്രമാണ് എന്നെ ഉപയോഗിച്ചത്. ഇതിൻ്റെ ഈ അടിസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ വളരണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനവും കേൾവിയും പഠനവും ധ്യാനവും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾ ചെയ്ത ഇതിൽ നിങ്ങൾ വളരണം. ഇപ്പോൾ അടിസ്ഥാനം മാത്രമാണ് ഇട്ട് തന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ കെട്ടിപ്പൊക്കി ഈ ഗോപുരത്തെ, ഈ ക്രിസ്തീയ ഭവനത്തെ നിങ്ങളാണ് പണിയേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക.
പരിശുദ്ധാത്മാവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പേര് കാര്യസ്ഥനെന്നും സഹായകനെന്നുമാണ്. അപ്പോൾ ആ കാര്യസ്ഥനും സഹായകനുമായ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ആത്മാർത്ഥമായി നിങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ ശ്രോതാക്കളായ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ തിരുവചനം ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും 100 മടങ്ങ് പ്രതിഫലത്തിന് കാരണമാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും ആശംസയും നിങ്ങൾ ആരംഭിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവായ യേശുവേ, വേഗം വരണമേ. മാറാനാഥ, മാറാനാഥ, മാറാനാഥ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവേ, വേഗം വരണമേ.